രാവിലെ ഉറക്കം എണീറ്റ് കാണുന്നത് അമ്മ ജ്യൂസ് കൊണ്ട് വരുന്നത്. അത് കുടിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എള്ളു പൊടിച്ചതും ഈത്തപ്പഴം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുതന്ന് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്യുന്ന കണ്ട്. പിന്നെ വേറൊന്നും നോക്കിയില്ല, പഴയ ഉടുപ്പ് കൊടുത്തിട്ടൊന്ന് ചാടി ഇറങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു മഴയത്ത് കുളിക്കണമെന്ന്. പക്ഷെ അത് ഇന്നാ സാധിച്ചത്. അങ്ങനെ ഡ്രസ്സും മാറി വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ചൂടോടെ എന്തെങ്കിലും കുടിക്കുക, മഴ നനഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട്. അത് കുടിച്ച് കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ രാവിലത്തെ ആഹാരം കൊണ്ടുവന്നു. പഴങ്കഞ്ഞിയായിരുന്നു. വാർത്ത കണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മീൻ വറുത്തത് കൊണ്ടുവന്നു. എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ മീൻ വറുത്തത് കിട്ടിയപ്പോഴത്തേക്കും. മീൻ കുറച്ച് അട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊന്നും ഇളക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി പുറത്തോട്ട്. ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വന്നു. പപ്പയും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിച്ചു. അതിൻ്റെ ഇടയിൽ സർവ്വമായും പടമിട്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമായിരുന്നു. പക്ഷെ പപ്പയും മമ്മി കാണാത്തതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഒന്നുകൂടെ കണ്ടു. പപ്പ ജോലിക്ക് പോയ ടൈമിൽ വണ്ടിക്ക് പണി കിട്ടി. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ പിന്നെ എൻ്റെ പുറകെ പോയി സാധനമൊക്കെ മേടിച്ച് കൊണ്ടു കൊടുത്തു. വർഷാപ്പിൽ ചെന്നപ്പോൾ ഇന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഇന്നപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ച് എവിടെയാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്നെയും പിക്ക് ചെയ്ത് ഞങ്ങൾ കൊല്ലത്തോട്ടൊക്കെ പോയായിരുന്നു. മെയിനായിട്ടും വൈപ്പറിൻ്റെ ബ്ലേഡ് മാറ്റണമായിരുന്നു. ബ്ലേഡൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തത് പിന്നെ എവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ള ചർച്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഓൾ സ്പൈസ് റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടെ നമ്മുടെ ചിക്കന് സ്പെഷ്യലായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഓർഡർ കൊടുത്ത ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങി. ചിക്കന് കഴിക്കാൻ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചേച്ചി വിട്ടു കൊടുത്തില്ല, അതിനെ കൊണ്ട് കഴിപ്പിച്ചു. വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ.